ഹായ് അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ കിച്ചൺ ടിപ്സിൻ്റെയാണ്. ഒരു 15 കിച്ചൺ ടിപ്സ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. കുറേ ആൾക്കാർക്ക് അറിയുന്നതാണെങ്കിലും ഒരുപാട് പേർക്ക് അറിയാത്ത കുറച്ച് ടിപ്സൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനായിട്ട് ആദ്യം തന്നെ നമ്മുടെ വീട്ടിൽ കത്തിയൊക്കെ മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ്. ഒട്ടുമിക്ക ആളുകളുടെ വീട്ടിലും നൈഫ് ഷാർപ്നർ ഉണ്ടായിരിക്കണം എന്നില്ല. അപ്പോൾ എങ്ങനെയാണ് വളരെ എളുപ്പമായിട്ട് കത്തിയുടെ മൂർച്ച കൂട്ടുക എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തുള്ള ചായ കോഫിയൊക്കെ കുടിക്കുന്ന സാധാ കപ്പ് ഉണ്ടല്ലോ, ആ കപ്പിൻ്റെ ബാക്ക് വശത്തുള്ള ഈ ഒരു ഭാഗം കണ്ടോ, ആ ഒരു ഭാഗം വെച്ചിട്ട് നമ്മൾ കത്തി ഒന്ന് ഇത് കൊടുക്കുകയാണെങ്കിൽ നല്ല മൂർച്ചയോടുകൂടി കത്തി ശരിയാവും. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ അറിയാൻ പറ്റും നല്ല അടിപൊളിയായിട്ട് തന്നെ കത്തി മൂർച്ച കൂടിയിട്ടുണ്ടെന്ന്. ഇനി രണ്ടാമത്തെ ടിപ്പ് കാണാം. അപ്പം നമ്മുടെ വീട്ടിൽ ഫോർക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പമായിട്ട് തന്നെ കിച്ചൺ ടോങ്സ് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാവണമെന്നില്ല. കിച്ചൺ ടോങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഫ്രൈ ആക്കാനോ എന്തെങ്കിലും ചപ്പാത്തിയൊക്കെ തിരിച്ചൊക്കെ ഇടുന്ന ആ ഒരു ഐറ്റം ഇല്ല, അതിനെയാണ് ഇങ്ങനെ പറയുന്നത്. അറിയാത്തവർക്കാണ് കേട്ടോ ഞാൻ പറഞ്ഞു കൊടുത്തത്. എന്നിട്ട് ആ 2 ഫോർക്കും ഇങ്ങനെ ഓപ്പോസിറ്റായിട്ട് വെച്ചിട്ട് ഒരു റബ്ബർ ബാൻഡും വെച്ചിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ അറ്റം നമുക്ക് കുറച്ചൊന്ന് ടൈറ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതും വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും തിരിച്ചിടാനൊക്കെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പമായിട്ട് തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് നീളമുള്ള ഫോർക്കൊക്കെ ആണെങ്കിൽ വളരെ എളുപ്പമാണ്. ഞാനിപ്പോൾ ചെറുതെടുത്തൊന്ന് കാണിച്ചതേ ഉള്ളൂ. വലുതിൽ ചെയ്യാവുന്നവർക്കാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ തിരിച്ചും മറിച്ചിടാനൊക്കെ വളരെ എളുപ്പമാണ്. അപ്പോൾ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. ഫോർക്കിൻ്റെ 2 അറ്റവും ഓപ്പോസിറ്റായി പിടിച്ചതിന് ശേഷം റബ്ബർ ബാൻഡ് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇതാണ് രണ്ടാമത്തെ ടിപ്പ്. ഇനി മൂന്നാമത്തെ ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് എല്ലാവരുടെയും വീട്ടിൽ ഇതുപോലുള്ള കുറേ ടിൻസ് ഉണ്ടാവും, നമ്മൾ ഒരുപാട് പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിരിക്കുന്ന ആ ടിന്നാണ്. അതിൻ്റെ മൂടി ഒന്ന് തുറന്നതിന് ശേഷം ഒരു സെല്ലോ ടേപ്പ് എടുത്തിട്ട് നമുക്കിങ്ങനെ ക്രോസ് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. കുറച്ച് ഇറക്കി തന്നെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങോട്ട് ഇങ്ങനെ പറഞ്ഞു പോരും. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു സ്പൂൺ എടുത്തിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ കോരുകയാണെങ്കിൽ ഒരുപാട് ഇങ്ങനെ കുമിഞ്ഞ് കൂടി നിൽക്കും സ്പൂണിൽ. അപ്പോൾ നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റിന് വടിച്ചെടുക്കണമെങ്കിൽ ഈ സെല്ലോ ടേപ്പിൻ്റെ ഈ ഒരു സൈഡ് വെച്ച് ഇങ്ങനെ വടിച്ചെടുക്കുകയാണെങ്കിൽ കറക്റ്റ് മെഷർമെൻറ്റിൽ നമുക്ക് ഏത് പൊടികൾ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇപ്പം ഞാനൊരു മഞ്ഞൾപ്പൊടിയുടെ ഇത് കാണിച്ചെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള പൊടികളിലെല്ലാം അത് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ വളരെ എളുപ്പമായിട്ട് തന്നെ കറക്റ്റ് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കൂടാതെ തന്നെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി 4ാമത്തെ ടിപ്പാണ് കാണിക്കുന്നത്. അതിനായിട്ട് നമ്മുടെ വീട്ടിൽ ഇങ്ങനത്തെ വൈറ്റ് കപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ കുറച്ച് കോഫിയുടെയോ അല്ലെങ്കിൽ ചായയുടെ ഒക്കെ കറ പറ്റി പിടിച്ചിട്ടുണ്ടാവുമല്ലോ, അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും അറിയുന്നവരായിരിക്കും കേട്ടോ. കുറച്ച് ബേക്കിംഗ് സോഡയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നാരങ്ങ നീര് ആഡ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ആഡ് ചെയ്ത് ചെയ്യാവുന്നതാണ്. വെള്ളമാവുമ്പോൾ നമുക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. എന്നിട്ട് അതിലേക്ക് ഒരു സ്പോഞ്ച് മുക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തും ആക്കുന്ന രീതിയിൽ വേണം നമ്മളതൊന്ന് തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടൊരു 5 മിനിറ്റ് നമുക്കതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ അതിൻ്റെ സ്റ്റെയിൻസ് എല്ലാം ഇളകി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഞാനെല്ലാം നന്നായിട്ട് തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഡിഷ് വാഷ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് സ്പോഞ്ച് കൊണ്ട് കഴുകിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം, നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ല വൈറ്റ് കളറായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. എല്ലാ കറകളും പോയി കിട്ടും കേട്ടോ. വളരെ എളുപ്പമായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ, നല്ല ക്ലീൻ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല കുറച്ചും കൂടി കളറ് നമുക്കൊന്ന് തോന്നിക്കും. ഇനി അടുത്ത ടിപ്പ്,
നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ആ ഗ്ലാസ് ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് എപ്പോഴും പുറത്തേക്ക് എടുത്ത് ക്ലീൻ ചെയ്യുക കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ അത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് വെള്ളമൊക്കെ നന്നായി കളഞ്ഞതിന് ശേഷം ക്ലിങ് ഫിലിമാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് റാപ്പ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ റാപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും അത് പുറത്തേക്ക് എടുത്ത് കഴുകേണ്ട ആവശ്യം വരുന്നില്ല. ആ ക്ലിങ് റാപ്പിൻ്റെ മുകളിലൂടെ നമുക്ക് തുടച്ച് വൃത്തിയാക്കിയാൽ മതിയാവും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. ചിലർ അലുമിനിയം ഫോയിലോ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ പ്ലാസ്റ്റിക് ഷീറ്റ് ഇടുന്നവരുണ്ട്. ക്ലിങ് റാപ്പ് ആവുമ്പോൾ അതിൽ നന്നായിട്ട് തന്നെ സ്റ്റിക്കായിട്ട് ഇരുന്നോളും. ഇങ്ങോട്ടേക്കൊന്നും തെന്നി മാറുകയൊന്നുമില്ല. പിന്നീട് കട്ടിംഗ് ബോർഡ് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാവുന്ന ടിപ്പാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കപ്പ് വാഷ് ചെയ്ത ആ ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ, അതിലേക്ക് ഒരു നാരങ്ങയുടെ ചെറുത് ഒന്ന് കട്ട് ചെയ്തിട്ട് അത് മുക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ എൻ്റെ കട്ടിംഗ് ബോർഡിൽ അധികം അഴുക്കില്ലാത്ത കാരണം ശരിക്കും നമുക്കങ്ങനെ തോന്നില്ല. ഇപ്പോൾ വൈറ്റ് കട്ടിംഗ് ബോർഡൊക്കെ, പ്ലാസ്റ്റിക് കട്ടിംഗ് ബോർഡൊക്കെ ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ അതിൻ്റെ ശരിക്കും ഒരു റിസൾട്ട് കാണാൻ സാധിക്കും. എന്നിട്ട് 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്യുക. അപ്പോൾ ഈ ബേക്കിംഗ് സോഡയൊക്കെ ഇട്ട് നമ്മൾ എന്തെങ്കിലും ക്ലീൻ ആക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കണം കേട്ടോ. ഇനി അടുത്ത ടിപ്പ് കാണിക്കാൻ, നമ്മൾ സവാളയൊക്കെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കണ്ണിൽ നിന്ന് വെള്ളം വരും. അപ്പോൾ ഒരുപാട് വേറെ ടെക്നിക്സ് ഒക്കെ ഉണ്ടെങ്കിലും ഇതൊരു വേറൊരു ടെക്നിക്കാണ്. ഇങ്ങനെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. ഞാനിവിടെ കിച്ചൺ ടിഷ്യൂസ് എടുത്തിട്ടുണ്ട്. അതൊരു 5 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കട്ടിക്ക് എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതൊന്ന് വെറ്റാക്കി എടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് വെള്ളം ഒന്നും വരില്ല കേട്ടോ. ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ. എന്നിട്ട് നമുക്ക് ഇങ്ങനെ സവാള സൈഡിൽ വെച്ചിട്ട് ആ അരിഞ്ഞിടുന്നത് ആ വെറ്റായ ടിഷ്യൂയിലേക്ക് ഇടുകയാണെങ്കിൽ നമുക്ക് കണ്ണിൽ നിന്നൊന്നും വെള്ളം വരാതെ നല്ല അടിപൊളിയായിട്ട് തന്നെ സവാളയൊക്കെ എത്രയെങ്കിലും വേണമെങ്കിൽ ആക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് തന്നെ അതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ടിപ്പ് ആണ് കാണിക്കുന്നത്. നമ്മൾ ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ കുറച്ചും കൂടി അവർക്ക് എളുപ്പമാവുന്ന ഒരു ടെക്നിക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ 2 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചീസൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ നടുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് 2 ഭാഗത്തും ബട്ടർ ഒന്ന് മെൽറ്റ് ആക്കിയിട്ട് തേച്ച് കൊടുത്തതിന് ശേഷം അലുമിനിയം ഫോയിലിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് റാപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് കുക്കിംഗ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും അയൺ ബോക്സ് എന്തായാലും കയ്യിലുണ്ടാവും. അപ്പോൾ അതൊന്ന് ചൂടാക്കിയതിന് ശേഷം കോട്ടൻ്റെ ഓപ്ഷനിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കുറഞ്ഞത് ഒരു 5 മിനിറ്റെങ്കിലും നമുക്കതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ബ്രെഡൊക്കെ അടിപൊളിയായിട്ട് ടോസ്റ്റ് ചെയ്ത് കിട്ടുന്നതാണ്. അങ്ങനെ 5 മിനിറ്റ് നമ്മൾ ടോസ്റ്റ് ചെയ്തതിന് ശേഷം മറിച്ചിട്ടും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ മറിച്ചിട്ടിട്ട് ടോസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ ടോസ്റ്റ് ചെയ്ത് കിട്ടും. ചീസൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് തന്നെ മെൽറ്റായും കിട്ടും കേട്ടോ. അപ്പോൾ ഇതുവരെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. കുറേ ആൾക്കാർക്കൊക്കെ അറിയുന്നതായിരിക്കും കേട്ടോ ഇത്. ഇനി അടുത്ത ഒരു ടിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വീട്ടിൽ ഇതുപോലത്തുള്ള പാക്ഡ് സ്നാക്കൊക്കെ നമ്മൾ വാങ്ങി സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം എപ്പോഴും ഇങ്ങനെ തുറന്നൊക്കെ വെക്കുന്നതിന് പകരം നമുക്ക് നന്നായിട്ട് തന്നെ അത് ടൈറ്റൻ ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചെറിയ ഒരു പോപ്കോണിൻ്റെ പാക്കറ്റാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ അതിൽ നിന്ന് കുറച്ചൊക്കെ മാറ്റിയതിന് ശേഷം നമുക്ക് ബാക്കി കുറച്ചുണ്ട് കേട്ടോ. അതൊന്ന് എങ്ങനെയാണ് സൂക്ഷിച്ച് വെക്കാമെന്ന് നോക്കുക. ഈ ഒരു മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത്. ഇപ്പോൾ എനിക്ക് പറയാൻ കറക്റ്റ് കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങളിങ്ങനെ കോർണർ ഭാഗം ഒന്ന് മടക്കി വെച്ചതിന് ശേഷം ഓപ്പോസിറ്റ് വെച്ചിട്ട് ഇങ്ങനെ മടക്കി കൊണ്ടുവരിക. അങ്ങനെ 2 സൈഡിലുള്ള ഭാഗങ്ങൾ ഇങ്ങനെയാക്കി വെക്കുകയാണെങ്കിൽ കറക്റ്റ് അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ടൈറ്റൻ ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി അത് കഴിഞ്ഞ് രണ്ടാമത്തെ മെത്തേഡാണ് കാണിക്കുന്നത്. നമ്മുടെ ആ മുകൾ ഭാഗത്ത് നിന്ന് വി ഷേപ്പിൽ ഒന്ന് കത്രികയും കൊണ്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമുക്ക് 2 ഭാഗങ്ങളും കിട്ടി. ആ 2 ഭാഗങ്ങളും കൂടി നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് ഇങ്ങനെ കെട്ടിക്കൊടുക്കുക. ഇതും രണ്ടാമത്തെ മെത്തേഡാണ്. 2 മെത്തേഡ് ഉണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ടൈറ്റൻ ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ തുറന്ന് നോക്കിയിരിക്കുന്ന ഇത് തന്നെയല്ല, സ്നാക്സ് തന്നെയല്ല, ഏത് പാക്കറ്റ് വേണമെങ്കിലും നമുക്കിങ്ങനെ സൂക്ഷിക്കാവുന്നതാണ്.
ഇനി അടുത്ത ടിപ്പ്, നമ്മൾ കുക്കറിലൊക്കെ ഉരുളക്കിഴങ്ങോ അല്ലെങ്കിൽ പരിപ്പോ അല്ലെങ്കിൽ ചോറോ എന്തെങ്കിലുമൊക്കെ വേവിക്കുമ്പോൾ പുറത്തേക്ക് ഇങ്ങനെ കവിഞ്ഞ് പുറത്തേക്ക് ഇങ്ങനെ പോവാറുണ്ട്. അപ്പോൾ അങ്ങനെ പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക്, അതായത് നമ്മൾ പരിപ്പോ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങോ ഉണ്ടാക്കുന്നതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ വിസിൽ വരുന്ന ആ മൂടിയുടെ ഭാഗം ഉണ്ടല്ലോ, അതിലും ഒന്ന് വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കുകയാണെങ്കിൽ എത്ര വിസിൽ വന്നാലും പുറത്തേക്കൊന്നും കവിയാതെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരിക്കും. നമ്മുടെ ഗ്യാസ് സ്റ്റവ് ഒന്നും ചീത്താവത്തേയില്ല. അങ്ങനെ വിസിലൊക്കെ കഴിഞ്ഞതിന് ശേഷം കണ്ടില്ലേ, മൂടി നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത ടിപ്പ്, നമ്മുടെ വീട്ടിൽ മിക്കവാറും ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് ചപ്പാത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതെന്തായാലും നമുക്ക് ബാക്കി വരികയാണെങ്കിൽ നമുക്കതൊന്ന് സ്റ്റോർ ചെയ്ത് വെക്കാം. 2-3 ദിവസത്തേക്കാണെങ്കിലും നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ബാക്കി വരികയാണെങ്കിൽ നമ്മളത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒരു ബ്ലാക്ക് കളറോ അല്ലെങ്കിൽ ഒരു മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആയി വരും. അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ട് ഒരു ക്ലിങ് ഫിലിം എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ചപ്പാത്തി മാവിൻ്റെ മുകളിലൂടെ റാപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലുള്ള ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഒരു 4-5 ദിവസം വരെ ഒരു കുഴപ്പമില്ലാതെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇതും ഒരുപാട് പേർക്ക് അറിയുന്നതായിരിക്കും, അറിയാത്തവർക്ക് ഉണ്ടെങ്കിൽ ഉപകാരമാവും കേട്ടോ. ഇനി നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഓരോന്ന് പരത്തി ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അപ്പോൾ അതിൽ നിന്നും കുറച്ച് എളുപ്പത്തിനുള്ള ഒരു വഴിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അങ്ങനെ ഇപ്പോൾ 3 ബോൾസ് ആക്കി ഞാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറിയ രീതിയിലൊന്ന് പരത്തിയെടുക്കുക. ഇങ്ങനെ 3 എണ്ണം പരത്തിയെടുത്തതിന് ശേഷം ഒരെണ്ണത്തിൻ്റെ മുകളിൽ ഒരെണ്ണം വെച്ചിട്ട് അങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഒരെണ്ണത്തിൻ്റെ മുകളിൽ ഒരു ചപ്പാത്തി വെക്കുമ്പോൾ കുറച്ച് ഓയിലും പരട്ടി കൊടുക്കണം. അതുപോലെ തന്നെ കുറച്ച് ഗോതമ്പ് പൊടി ഒന്ന് വിതറി കൊടുത്തതിന് ശേഷം വേണം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലാണ് അതിൻ്റെ ചൂട് കയറുമ്പോൾ നമുക്ക് ഓരോന്നാക്കിയിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഒറ്റയടിക്ക് തന്നെ 3 ചപ്പാത്തി നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അല്ലെങ്കിൽ 3 ചപ്പാത്തിയൊക്കെ പരട്ടുമ്പോൾ തന്നെ ഒരുവിധം നല്ല ടൈം തന്നെ എടുക്കുമല്ലോ. എന്നിട്ട് ഇത് 3ഉം കൂടി നന്നായിട്ടൊന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള പൊടിയൊക്കെ മുകളിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. നമ്മൾ ഓരോന്നും പരത്തിയെടുക്കുന്നതിനേക്കാൾ വളരെ എളുപ്പമാണ്, നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ പരത്താൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഈ മെത്തേഡ് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിട്ട് നിങ്ങൾക്ക് തോന്നിക്കും കേട്ടോ. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് പരത്തിയെടുക്കാവുന്നതാണ്. ഇപ്പം നമ്മൾ ഓരോന്നും ഇങ്ങനെ പരത്തിയെടുക്കുന്ന ബുദ്ധിമുട്ടിൻ്റെ പകുതി വരുന്നുള്ളൂ കേട്ടോ, ഇങ്ങനെ ഒരുമിച്ച് ഒന്ന് പരത്തിയെടുക്കുമ്പോൾ. എന്നിട്ട് ചട്ടി ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടതിന് ശേഷം ചപ്പാത്തി ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഓരോ ലെയറുകളായിട്ട് ഇങ്ങനെ വിട്ടുപോരും. അതിൽ നിന്ന് അടർത്തിയെടുക്കാവുന്നതാണ് ഓരോ ചപ്പാത്തിയും. ഇങ്ങനെ മുകൾ ഭാഗം ഒന്നിങ്ങനെ തിരിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് എല്ലാ ഭാഗവും ഒരുപോലെ വെന്ത് കിട്ടും. അങ്ങനെ വെന്ത് കിട്ടുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് അടർത്തിയെടുക്കാം. എന്നിട്ട് അതിൻ്റെ വേവാത്ത ഭാഗം നമ്മൾ അതൊന്ന് ഇതാക്കിയെടുത്താൽ മതി. അപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് തന്നെ 3 എണ്ണം വളരെ എളുപ്പമായിട്ട് തന്നെ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നല്ല തിന്നാണ്, നല്ല സോഫ്റ്റുമാണ് അതുപോലെ തന്നെ. അപ്പോൾ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. അടുത്ത ടിപ്പ് ആണ് കാണിക്കുന്നത്. നമ്മുടെ വീട്ടിൽ എന്തായാലും ബ്രെഡ് മേടിക്കുമ്പോൾ ഈ ഒരു ഭാഗങ്ങൾ എന്തായാലും ബാലൻസ് ഉണ്ടാവും, അടിഭാഗവും മുകൾ ഭാഗവും. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ നമ്മൾ ബ്രെഡ് കൊടുക്കുകയാണെങ്കിൽ അവരെന്തായാലും ഇതിൻ്റെ സൈഡൊന്നും കഴിക്കാൻ ഒരു വഴിയുമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് അതെല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. എന്നിട്ട് ചൂടായ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 5-6 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് 1.5 മാസം വരെ കേട് കൂടാതെ ഇരിക്കുന്ന ബ്രെഡ് ക്രംസ് വീട്ടിൽ ചെയ്തെടുക്കാം. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ബ്രെഡ് ക്രംസിന് നല്ല പൈസ തന്നെ കൊടുക്കണം. പിന്നെ നമുക്ക് എപ്പോഴും ബ്രെഡ് നമ്മുടെ വീട്ടിൽ ഉണ്ടായെന്നും വരില്ല, നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കാൻ ഉദ്ദേശിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് 1.5 മാസം വരെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ്. അങ്ങനെ ഒരു 5 മിനിറ്റ് റോസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ വെറ്റ്നെസ് ഒക്കെ മാറി നന്നായിട്ടൊന്ന് ഡ്രൈ ആവും. ആ ഒരു സമയത്ത് വേറൊരു പാനിലേക്ക് മാറ്റിയതിന് ശേഷം നന്നായി ചൂടാറിയിട്ട് വേണം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ആക്കാൻ വേണ്ടിയിട്ട്. ചൂടോടെ തന്നെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ക്രിസ്പിനെസ് പോകും. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ 1.5 മാസം വരെ ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കാം.
റമളാനൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇതൊരു യൂസ്ഫുൾ ടിപ്പ് തന്നെയായിരിക്കും. പിന്നീട് അടുത്ത ടിപ്പ് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അറിയാത്തവർക്ക് ഉണ്ടെങ്കിൽ എന്തായാലും ഒരു പുതിയ അറിവായിരിക്കും കേട്ടോ. ഇനി മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് പുഴുങ്ങിയതിന് ശേഷം നമുക്ക് അതിൻ്റെ തൊലി പൊളിക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ തൊലി ഉൾപ്പെടെ നമുക്കിങ്ങനെ പോരും. നമുക്കൊരു പെർഫെക്റ്റ് ഭംഗിയിൽ അത് കിട്ടില്ല. അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് പുഴുങ്ങിയതിന് ശേഷം നല്ല തണുത്ത വെള്ളത്തിലേക്ക് കുറച്ച് നേരം ഒന്ന് ഇട്ട് വയ്ക്കുക. 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ നന്നായി തട്ടിയതിന് ശേഷം നമ്മൾ തൊലി പൊളിക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ തൊലി പൊളിഞ്ഞ് കിട്ടുന്നതാണ്. ഒട്ടും തന്നെ പൊടിഞ്ഞു പോകുകയൊന്നുമില്ല. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഈ മെത്തേഡിൽ നന്നായി തണുത്ത വെള്ളമാണെങ്കിൽ അത്രയും നല്ലതാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് തൊലി പൊളിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് തന്നെ തൊലിയെല്ലാം പൊളിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ തൊലി ഉണ്ടല്ലോ, ഈ തൊലിയും മുട്ടത്തോടും നമുക്ക് കളയേണ്ട ആവശ്യമൊന്നുമില്ല. അതും നമുക്ക് വേറൊരു ടിപ്പിലാക്കി നമുക്ക് എടുക്കാവുന്നതാണ്. അതിനായിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ മിക്കവരുടെയും മിക്സിയുടെ ജാറിൻ്റെ ആ ഉൾഭാഗം കുറച്ചൊന്ന് മോശമായിട്ട് ഇരിക്കുന്നുണ്ടാവും. എൻ്റെ അധികം പഴയതല്ലാത്തത് കാരണം അധികം അലമ്പായിട്ടില്ല. എന്നിട്ട് അതിലേക്ക് ആ മുട്ടയുടെ തോടിട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഹൈ സ്പീഡിലിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടും വരാം കേട്ടോ. അങ്ങനെ അടിച്ചെടുക്കുമ്പോൾ നമ്മുടെ ആ ബ്ലേഡൊക്കെ നല്ല മൂർച്ചയും വെക്കും, അതുപോലെ തന്നെ നല്ല ക്ലീൻ ആകുകയും ചെയ്യും. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമായിട്ട് നമുക്ക് കിച്ചണിൽ യൂസ്ഫുൾ ആവുന്ന 15 ടിപ്സാണ് നിങ്ങളുമായി ഷെയർ ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ആക്കാനും ഒന്നും മറക്കരുത്. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു.